നമസ്കാരം. ജയിൽ ചാടാനായി ഗോവിന്ദച്ചാമി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആസൂത്രണം നടത്തിയതായി പോലീസ്. കമ്പി മുറിക്കാനുള്ള ബ്ലേഡ് തന്നത് ജയിലിലുള്ള ഒരാളാണെന്ന് ഗോവിന്ദച്ചാമി ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി. ജയിലിലെ നിർമ്മാണ പ്രവൃത്തികൾക്കായി കൊണ്ടുവന്ന ബ്ലേഡാണ് കമ്പി മുറിക്കാൻ ഉപയോഗിച്ചത്. ആയുധം നൽകിയ ആളെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. അതേസമയം ജയിൽ ചാടാനായി ഉപയോഗിച്ചെന്ന് കരുതുന്ന ടൂളുകൾ പിടികൂടിയപ്പോൾ ഗോവിന്ദച്ചാമിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അതേസമയം ജയിൽ ചാടിയതിനു പിന്നാലെ പിടിയിലായ ഗോവിന്ദച്ചാമിയെ ജയിൽ മാറ്റും. വിയൂർ ജയിലിലേക്ക് മാറ്റാനാണ് ആലോചന. ഗുരുതര സുരക്ഷാ വീഴ്ച ഉണ്ടായതിനു പിന്നാലെയാണ് നടപടി. അതിനിടെ ഗോവിന്ദച്ചാമിയുടെ സഹതടവുകാരന്റെ മൊഴിയും പുറത്തുവന്നു. ഗോവിന്ദച്ചാമി തടവ് ചാടാൻ തീരുമാനിച്ച വിവരം അറിയാമായിരുന്നുവെന്നാണ് ഇവർ മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ തനിക്കൊന്നും അറിയില്ലെന്നും ഉറങ്ങിപ്പോയെന്നുമാണ് നേരത്തെ ഇയാൾ മൊഴി നൽകിയത്. കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ സത്യം സമ്മതിച്ചത്. ജയിൽ ചാട്ടത്തിനുള്ള ആസൂത്രണം തുടങ്ങിയിട്ട് ആഴ്ചകളായെന്നും താനും ജയിൽ ചാടാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും എന്നാൽ കമ്പിക്കുള്ളിലൂടെ പുറത്തു ചാടാൻ കഴിഞ്ഞില്ലെന്നും തടവുകാരന്റെ മൊഴി. തമിഴ്നാട് സ്വദേശിയാണ് സഹതടവുകാരൻ. കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10-ാം ബ്ലോക്കിലാണ് ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്നത്. സെല്ലിൽ ഒരു തടവുകാരൻ കൂടി ഉണ്ടായിരുന്നു. 2 കമ്പികൾ മുറിച്ചാണ് ഇന്ന് പുലർച്ചെ 1:15 ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്ന 10-ാം ബ്ലോക്കിന്റെ ഒരു ഭാഗത്ത് റിമാൻഡ് തടവുകാരുണ്ട്. തടവുകാർ ഉണക്കാനിട്ടിരുന്ന വസ്ത്രങ്ങൾ എടുത്താണ് രക്ഷപ്പെട്ടത്. തളപ്പിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിന് സമീപത്തെ കിണറ്റിൽ നിന്നാണ് ഗോവിന്ദച്ചാമിയെ പിടികൂടിയത്. പലരും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിലാണ് ഇയാളെ പിടികൂടിയത്. ആദ്യം ഒളിച്ചിരുന്ന കെട്ടിടത്തിൽ പോലീസ് വളഞ്ഞിരുന്നു. നാട്ടുകാർ തടിച്ചുകൂടാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇയാളെ പിടിച്ചില്ലെന്നാണ് പോലീസ് പറഞ്ഞത്. പക്ഷെ അപ്പോഴേക്കും സ്ഥലത്ത് ആൾക്കാർ എത്തി. ഇതിനിടെ കെട്ടിടത്തിൽ നിന്ന് പുറത്തു ചാടിയ ഗോവിന്ദച്ചാമി അടുത്തുള്ള കിണറ്റിലേക്ക് ചാടി ഒളിച്ചിരുന്നു. എന്നാൽ പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു. ജയിലിന്റെ മതിൽ ചാടുന്നതിന് 20 ദിവസം മുൻപെങ്കിലും തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നതായി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ആ തയ്യാറെടുപ്പുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മതിൽ ചാടുന്നതിനു വേണ്ടി ഗോവിന്ദച്ചാമി ശരീരഭാരം കുറച്ചിരുന്നു. ഒരു കൈ മാത്രമുള്ള ഗോവിന്ദച്ചാമി 7.5 മീറ്റർ ഉയരമുള്ള മതിൽ ചാടുന്നതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം നേരത്തെ തന്നെ നടത്തിയിരുന്നു. ശരീരഭാരം കുറയ്ക്കുന്നതിന് ചപ്പാത്തി മാത്രമായിരുന്നു കുറച്ച് ദിവസങ്ങളായുള്ള ഭക്ഷണം. അതീവ സുരക്ഷാ ബ്ലോക്കിന്റെ ഗ്രില്ല് ആദ്യം കട്ടു ചെയ്തു. ഇതിനായി ഗ്രില്ല് ഉപ്പ് വെച്ച് നേരത്തെ തുരുമ്പിപ്പിച്ചു. ഒരു കമ്പി മാത്രം മുറിച്ച് അതിനുള്ളിലൂടെയാണ് പുറത്തു ചാടിയത്. പുലർച്ചെ 3:30 ജയിലിനുള്ളിൽ നിരീക്ഷണം നടത്തി. ഉണക്കാനിട്ടിരുന്ന വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി കയറുണ്ടാക്കുകയും ചെയ്തു. ഇതുപയോഗിച്ചാണ് 7.5 മീറ്റർ ഉയരമുള്ള മതിൽ ചാടിയത്. അലക്കുകല്ലിൽ കയറി പുറത്തേക്ക് ചാടിയത്. പുറത്തിറങ്ങിയാൽ എങ്ങനെ നീങ്ങണമെന്നതും കൃത്യമായി ആസൂത്രണം ചെയ്തു. ഇതിനായി ജയിൽ ഡ്രസ് മാറുകയും ചെയ്തിരുന്നു. പോലീസിനൊപ്പം വളരെ കൃത്യമായി ജനങ്ങളും ജാഗ്രത പുലർത്തിയതാണ് പ്രതിയെ പിടികൂടാൻ നിർണായകമായത്. 3 പേരാണ് വളരെ കൃത്യമായ വിവരം നൽകിയത്. അവരോടും ജനങ്ങളിലേക്ക് വിവരങ്ങൾ എത്തിച്ച മാധ്യമങ്ങളോടും നന്ദി പറയുന്നതായും കമ്മീഷണർ പറഞ്ഞു. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ വിവരം പോലീസിന് ലഭിക്കുന്നത് 6:30 കഴിഞ്ഞിട്ടാണ്. ഇതിനുശേഷം 3.5 മണിക്കൂറുകൾക്കകം പ്രതിയെ പിടികൂടാനായെന്നും കമ്മീഷണർ പറഞ്ഞു. എന്തായാലും അധിക സമയം ഗോവിന്ദച്ചാമിക്ക് പുറത്തു നിൽക്കേണ്ടി വന്നില്ല. അതിനൊപ്പം തന്നെ പോലീസ് പിടികൂടിയ ഒരു കാഴ്ചയായിരുന്നു കണ്ടെത്തിയത്. കിണറ്റിനുള്ളിലേക്ക് കടന്ന ഗോവിന്ദച്ചാമിയെ ഉടനടി പിടികൂടുകയായിരുന്നു.